ഇല്ലിക്കൊമ്പൻ വഴുതനയുടെ 2ാം വർഷമാണിത്. ഒരു വർഷം ഇവിടെ ഇല്ലിക്കൊമ്പൻ വഴുതന നിന്നു, നിറയെ നമ്മൾ പറിച്ചു. ഇനി 2ാം വർഷത്തിലേക്ക് ഇത് കടക്കുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ നീളവും വെയിറ്റും ഒക്കെ എന്തോരം ഉണ്ടെന്നുള്ളത്. ഉറപ്പായിട്ടും അത് കഴിഞ്ഞ വർഷത്തെ അത്രയും നീളം ഇതിനില്ല. ഒരു 30 സെന്റിമീറ്റർ കഷ്ടി, മറ്റേത് നമുക്കൊരു 50 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു. എന്നാലും വിളവിനൊന്നും വലിയ കുറവില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം തന്നെ എണ്ണത്തിൽ വിളവ് കിട്ടുന്നുണ്ട്. വെയിറ്റ് സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. നിറയെ പിടിച്ചിട്ടുണ്ട്. ഇല്ലിക്കൊമ്പൻ വഴുതനയുടെ ഏറ്റവും നല്ല പ്രത്യേകത, സവിശേഷത, നല്ല രുചിയുള്ള ഇനമാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം രോഗപ്രതിരോധ ശേഷി. വാട്ടരോഗമാണല്ലോ നമ്മുടെ വഴുതനയിൽ വലിയ പ്രശ്നമായിട്ട് നമ്മൾ കരുതുന്നത്, കാരണം മൊത്തം ഉണങ്ങിപ്പോകും. പക്ഷേ നമുക്ക് നമ്മുടെ ആമവണ്ട്, സുന്ദരി വണ്ട് നിറയെ ഇതിനകത്ത് ഇല തിന്നുന്നുണ്ട്. ഒരു റൗണ്ട് വന്ന് തിന്ന് പോയിട്ടുണ്ട്. നമ്മുടെ ബിവേറിയ ഒന്ന് അടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീം ബേസ്ഡ് റിപ്പലൻ്റ്. പക്ഷെ ഞാൻ നീം ബേസ്ഡ് വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നും ഞാൻ തളിക്കാത്തത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ബിവേറിയ ആയിരിക്കും അടിക്കാൻ തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മിക്കവാറും ഈ ആഴ്ച തന്നെ ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ രീതി ഒന്ന് നോക്കിയിട്ട് നിറയെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിട്ട് ഇലയെല്ലാം നമ്മൾ പറിച്ച് മാറ്റി. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ വർഷമാണ് നമ്മുടെ ഇല്ലിക്കൊമ്പൻ്റെ. അങ്ങനെ 2ാം വർഷം ഇല്ലിക്കൊമ്പൻ ആചരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവുമുണ്ട്. പൊതുവേ മഴക്കാലത്ത് വിളവ് കുറവാണ് വഴുതന. വേനൽക്കാലത്ത് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വഴുതനയുടെ ഒരു മേളമായിരിക്കും. നിറയെ ഉണ്ടാവും വഴുതന. ഈ പ്രാവശ്യം പക്ഷേ വേങ്ങേരി ആയപ്പോലും ഇല്ലിക്കൊമ്പനായപ്പോലും അത്യാവശ്യം നന്നായിട്ട് മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് തരുന്നുണ്ട്. അപ്പോൾ ഇല്ലിക്കൊമ്പൻ നമുക്ക് നട്ട് വളർത്താൻ നല്ലൊരു ഇനം ആണ് എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വഴുതനയാണ്. നമുക്ക് എല്ലാവർക്കും നട്ട് വളർത്താൻ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു സാമ്പാറിനോ അവിയലിനോ ഒരു മെഴുക്കുവരട്ടിക്കോ ഒക്കെ 1 or 2 ഇല്ലിക്കൊമ്പൻ നട്ട് വളർത്തിയാൽ നല്ലതായിരിക്കും. സ്നേഹം, സന്തോഷം, നന്ദി.